ഞാപ്പോ ഞാൻ തേങ്ങടുണ്ട് അപ്പൊ അവിടെ നോക്കിയപ്പോ ഇങ്ങനെ തിരിഞ്ഞളിക്കണ്ടിരുന്നു. അപ്പൊ ഇജന്നെ തോന്നിട്ട് വന്നാ ഇജന്നെ തോന്നി കാരണം വന്നാണ്. ഇമ്മ വന്ന് തിരിഞ്ഞിടണതൊക്കെ അപ്പൊ ഇമ്മ അന്ന് വന്നിട്ടില്ല. നോമ്പ് ഭയങ്കര ക്ഷീണം. ഇതൊക്കെ ഇജ്ജ് തിരുമ്പിട്ടാണ്? ഞാൻ തിരുമ്പിട്ട് കുറച്ച് നേരം ഉണങ്ങിക്കണം നോക്കിയതാണ്. അപ്പൊ നബീസാത്ത നോമ്പൊക്കെ എടുക്കാണ്. ഞാനാണെങ്കിൽ എന്നോട് പറയാന് ഇതൊക്കെ തിരുമ്പിട്ട് വേഗം പോവാന്ന് വെച്ചതാണ്. അപ്പൊ ഒരു എന്റെ പണി കഴിക്കാൻ സൗകര്യമൊക്കെ ഒന്ന് ഇട്ടിടാന് നോമ്പല്ലേ മോനെ. അത് മാത്രല്ല നമ്മളെ സൈനാത്താന്റെ കാര്യം എന്താണ് നോമ്പാണ്. ഉമ്മ പറയും കെണി വിത്തനൊന്നും പറയാൻ പാടില്ല. പക്ഷെ കെണി വിത്തനല്ല, സൈനാത്താന്റെ പറമ്പ് ഞങ്ങൾ എടുത്തല്ലേ. അപ്പൊ സൈനാത്ത അറിഞ്ഞോട് നിങ്ങൾ എന്താച്ചാ വേണമെങ്കിൽ വെച്ചോടി ഇതില് വല്ല പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിക്കോളി ഇതൊക്കെ തിന്നാലോ. അപ്പൊ ഉമ്മ പറഞ്ഞു ഞങ്ങള് 2-3 വാഴ വെക്കുന്നത്. വാഴ വെച്ചപ്പോ സൈനാത്ത പറഞ്ഞു നിങ്ങള് ഇനിയും മോനും കൂടി വാഴ വെച്ച് തിന്ന് കുടിക്കേ എന്താ വേണം ചെയ്തോളി, എനിക്കൊരു പ്രശ്നമില്ലാന്ന്. മോനെ എന്റെ അമ്മ 2 വാഴ വെച്ച് അത് 2 മുളച്ച് എന്നിട്ട് വാഴക്കുണ്ടായി. വാഴക്കുണ്ടായപ്പോ ഉമ്മ പറഞ്ഞു നമുക്ക് വെട്ടുക, അതിനകത്ത് അറിയണല്ലോ അവർക്ക് വേണ്ടാന്ന്. ഞാൻ പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു ഏടാ എന്തായാലും ഓരോട് ചോദിക്കാൻ നമുക്കൊരു കടമ ഉണ്ട്. അപ്പൊ ഒരു പേടിക്കൊന്നും ഇല്ല, ഞാന് ചോദിക്കാം. അങ്ങനെ ഉമ്മ പോയി ചോദിച്ചു പോരാ അറിഞ്ഞ ഞാനിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് ഉമ്മ അറിഞ്ഞത് എന്ത് കഥ മാറി, ആദ്യം നമ്മളൊന്നും വേണ്ടാന്ന് അറിഞ്ഞല്ലേ. അങ്ങനെ മോനെ ഇമ്മ അറിഞ്ഞി ഇപ്പൊ ഒരു 3 വാഴക്കോല ഉണ്ടായെങ്കിൽ ഉടമസ്ഥാനക്ക് 1 വെച്ച ആൾക്ക് 2 എത്ര ഉണ്ടായി പറഞ്ഞു പിടിച്ചിട്ട് 2 വാഴക്കോല എടുത്തോട്ടെ. അങ്ങനെ 2 പേർക്ക് ഞങ്ങൾ വെച്ച വാഴക്കോലടാ. അങ്ങനെ ഒരു അരക്കോല ഇമ്മ അറിഞ്ഞി അരക്കോല ഒരുക്ക് കൊടുക്കാം, 3/4 കോല നമുക്ക് എടുക്കാം. അങ്ങനെ എന്നോട് പറയാൻ സൈനാത്ത വന്നിട്ട് അപ്പൊ ഇപ്പൊ നോമ്പൊക്കെ അല്ലേ അങ്ങനെ തിന്നൂലല്ലോ. സൈനാത്ത വന്നിട്ട് എന്നോട് പറഞ്ഞു കുഞ്ഞാപ്പ വാഴക്കണ്ട് വെട്ടിക്കോട്ട് നമുക്ക് നോമ്പ് പറഞ്ഞ് തിന്നാലോ. അങ്ങനെ ഞാനോട് പറയാം വാഴക്കോല കെട്ടി. എന്നിട്ട് സൈനാത്ത പറഞ്ഞു 2 ചേർപ്പ് മതി പറഞ്ഞു. 2 ചേർപ്പ് എടുത്തിട്ട് സൈനാത്ത പറഞ്ഞു എന്നാ കുഞ്ഞാപ്പ അമ്മ അത് എടുത്തോളി നബീസാത്ത എന്റെ അമ്മാനോട് താത്ത ഇത് നിങ്ങൾ എടുത്തോളി പറഞ്ഞിട്ട് ബാക്കിയായിട്ട് വരാണ്ട് പോയി. 2 ചേർപ്പ് കിട്ടിയില്ലേ? ഞങ്ങള് വെച്ചുണ്ടാക്കിയല്ലടാ. ഉമ്മ പറഞ്ഞു ശരിക്കും കൊറച്ച് എത്ര കൊടുക്കാൻ പാടില്ലേ. ഇപ്പൊ ഒരു കളിച്ച വന്നിട്ട് നോക്ക്, ആദ്യം ഒന്നും വേണ്ട പറഞ്ഞപ്പോ ഉണ്ടായിരിക്കണം. എന്നിട്ട് ഇപ്പൊ പറയാലോ എന്താണ് ഇനി നിങ്ങള് വേണമെങ്കിൽ വെച്ചോളിട്ട് വായിക്കാൻ നല്ലപോലെ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ ഒക്കെ വെച്ചോളി. ഉമ്മ എന്നോട് ദേഷ്യം പിടിച്ച് ഇറങ്ങിയേ. വാവ എന്നോട് പറയാനേ നോമ്പിട്ട് കയ്യട്ടെ ആ വാഴക്കന്റെ ആ മരം ഉണ്ടല്ലോ അതൊക്കെ ഞാൻ വലിച്ച് ഉമ്മ വലിച്ചിട്ടല്ലേ വാഴക്കമരം ആ മരൊക്കെ വലിച്ചിടണം. ഇനി വെക്കണ്ടാവില്ല. അത് വേണ്ട, അത് ഉണ്ടായിക്കോട്ടെ. 2 ഇതല്ലേ തന്നിട്ടുള്ളൂ ഞങ്ങൾക്ക്. അത് ഇനി തന്നോളൂ. ആദ്യം വേണ്ട ഇച്ചിനൊക്കെ വേണ്ട വിളവത്തിയോളില്ലേ. അല്ല അത് തന്നോളൂ കുഞ്ഞാ പോവാ വലിച്ചൊന്നും വേണ്ട. ഞങ്ങളോടെ കുച്ചിടാൻ മോനെ കുച്ചിട്ടായിരുന്നു. കുച്ചിണ്ടെങ്കിൽ മഴക്കാലായ വെള്ളപ്പൊക്കായില്ലേ വാഴക്കോലുണ്ടാവും. എന്നിട്ടിപ്പോ വലിച്ചിടാൻ തീരുമാനിച്ചാ? വെട്ടിയതല്ലേ? അല്ല വെട്ടിയതിന്റെ ബാക്കിയല്ല അത് വലിച്ചിട്ടാളെ. അതല്ലടാ അതിന്റെ അടുത്ത് കുട്ടികളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് തയ്യോള്. അപ്പൊ ഇമ്മ അതൊക്കെ വലിച്ചിടണം. ഓളെ വാഴക്ക നമുക്ക് ഇനി വേണ്ടാന്ന്. ഉമ്മ തമാശക്ക് അറിഞ്ഞാവും. ഉമ്മാക്ക് ഒരു വാഴക്കോലാണ്ട് കൊടുത്താ പിന്നെ സന്തോഷവും ചെയ്യൂലേ. 1.5 കൊല ഞങ്ങൾക്ക് തരണേന്ന് തന്നില്ല പെണ്ണേറ്റി. അല്ല നോക്കട്ടെ ഇനി എപ്പോഴും ഇവിടുന്ന് പണി കഴിഞ്ഞ് പോവാ. അവര് വീട്ടിന്റെ തെങ്ങേറ്റക്കാർ അവിടെ ഉണ്ട്. ഇപ്പൊ വരാട്ടാ, അപ്പൊ വരാ അവരൊന്ന് പറട്ടെ. അപ്പൊ വരാറേ അവിടെ നിൽക്കണത്. പിന്നെ അത് കുഴപ്പമില്ല. ഇത് പറ പിന്നെ കാത്തിക്കണേ